ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേസിന്റെ ഇതുവരെയുള്ള നാൾവഴികൾ ഒരു പോയിന്റ് പോലും വിട്ടുപോവാത്ത വിധത്തിൽ നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കിലോ കണക്കിന് സ്വർണം ആവിയായി പോയി എന്നത് കേരളം കേട്ട ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന ഗൂഢാലോചനയിലൂടെ രേഖകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മാറ്റി എഴുതപ്പെട്ടു. ഒടുവിൽ ഭഗവാന്റെ സ്വർണം പുറം നാട്ടിലേക്ക് കടത്തപ്പെട്ടു. വിജയ് മല്യ സമർപ്പിച്ച ആ 30 കിലോ തങ്കം എവിടെ പോയി? ഒരു സാധാരണ പൂജാരിയിൽ നിന്നും മന്ത്രിമാരുടെ പ്രിയങ്കരനായ ഗോവർദ്ധൻ എന്ന മാഫിയ തലവനിലേക്ക് വളർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കളിപ്പാവകളാണോ നമ്മുടെ ദേവസ്വം ബോർഡ്? കേസിൽ കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആരും പേര് പോലും പറയാൻ മടിക്കുന്ന ഉന്നതനും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആദ്യം തന്ത്രിയിലേക്ക് ട്വിസ്റ്റ് ചെയ്തു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാം മറനീക്കി പരിശോധിക്കാം. ഈ സംഭവവികാസങ്ങളുടെ തുടക്കം 1998-ലാണ്. പ്രശസ്ത വ്യവസായി വിജയ് മല്യ അയ്യപ്പസ്വാമിയുടെ വലിയൊരു ഭക്തനായിരുന്നു. ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിയുന്ന മഹത്തായ പദ്ധതിയുടെ ഭാഗമായി മുൻവശത്തെ 2 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൊതിയാനുള്ള സ്പോൺസർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു. ഏകദേശം 31 കിലോഗ്രാമിലധികം ശുദ്ധമായ 24 ക്യാരറ്റ് തങ്കമാണ് ഇതിനായി ഉപയോഗിച്ചത്. സ്വർണം പൂശുക എന്നതിലുപരി സ്വർണം പാളികളായി മോൾഡ് ചെയ്ത ശില്പങ്ങൾക്ക് ചുറ്റും പൊതിയുകയാണ് ചെയ്തത്. 1999-ൽ ഈ പണികൾ പൂർത്തിയാവുകയും സന്നിധാനം സ്വർണ്ണ തിളക്കത്തിൽ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. 20 വർഷത്തോളം ആ സ്വർണം അവിടെ സുരക്ഷിതമായി തന്നെ ഇരുന്നിരുന്നു. ഭക്തർ സമർപ്പിച്ച ഓരോ ഗ്രാം സ്വർണവും അവിടെ സുരക്ഷിതമായിരുന്നു. എന്നാൽ 2019-ൽ കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം വകുപ്പിൽ ചില ആവിശുദ്ധ നീക്കങ്ങൾ ആരംഭിച്ചു. അവിടെയാണ് എല്ലാത്തിനും തുടക്കം. 2019-ൽ ദേവസ്വം ബോർഡ് ഒരു പുതിയ തിരക്കഥ അവതരിപ്പിച്ചു. സ്വർണത്തിന് തിളക്കം മങ്ങിയെന്നും അറ്റകുറ്റപ്പണി വേണമെന്നുമായിരുന്നു അത്. അന്നു മുതൽ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ കയ്യിൽ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ, മതിയായ സുരക്ഷയില്ലാതെ പല ദിക്കിലേക്ക് കൊടുത്തുവിട്ടു. സാധാരണയായി സന്നിധാനത്ത് ഇത്തരം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയും ദേവസ്വം വിജിലൻസിന്റെ കണിശമായ നിരീക്ഷണവും ആവശ്യമാണ്. എന്നാൽ ഇവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടന്നത്. പക്ഷെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇവരാരും പരിഗണനയിലുമില്ല. ഈ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? വെറും ഒരു സാധാരണ ശാന്തിക്കാരനായി ശബരിമലയിൽ എത്തിയ ഇയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിലുണ്ണിയായി മാറി. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ മന്ത്രി വാസവന്റെയും വിശ്വസ്തനായി ഇയാൾ വളർന്നു. ഇന്നവർക്കെല്ലാം വേണ്ടാത്തയാളാണ്. പല വലിയ വ്യവസായ ഭീമന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും ശബരിമലയുമായി ബന്ധിപ്പിക്കുന്നൊരു ലോബിയിസ്റ്റ് ആയിരുന്നു പോറ്റി. സ്വന്തമായി കാര്യമായ വരുമാനമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ, അല്ല കോടിക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ ശബരിമലയിൽ നടത്തുന്നു എന്ന വിജിലൻസിന്റെ ചോദ്യത്തിന് അവിടെയാണ് ഇയാളുടെ മുഖം മൂടി അടിഞ്ഞു വീണത്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ സന്നിധാനത്തെ സ്വർണം തൊടാൻ പോലും ആർക്കും അവകാശമില്ല എന്നിരിക്കെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഒത്താശയോടെ പോറ്റി ഈ സ്വർണം സന്നിധാനത്തിന് പുറത്തെത്തിക്കാൻ വഴിവിട്ട അനുമതി നേടിയെടുത്തു. 2019 ജൂലൈ 19 ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പ് ദേവസ്വം ബോർഡ് ഓഫീസിൽ നടന്നു. ശില്പങ്ങളിൽ നിന്നും 14 പാളികളായി 42.8 കിലോ സാധനങ്ങൾ ഇളക്കിയെടുത്തു. ഇത് പോറ്റിക്ക് കൈമാറുമ്പോൾ ദേവസ്വം സെക്രട്ടറി മുതൽ തിരുവാഭരണ കമ്മീഷണർ വരെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ തയ്യാറാക്കിയ റെസിപ്റ്റിൽ എഴുതിയത് ചെമ്പ് പാളികൾ എന്നാണ്. കിലോ കണക്കിന് സ്വർണത്തെ വെറും ചെമ്പെന്ന് വിളിക്കാൻ IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ധൈര്യം കൊടുത്തത് ആരാണ്? ഇത് അബദ്ധത്തിൽ പറ്റിയതല്ല. നാളെ ഈ സ്വർണം മാറ്റിയാലും ഞങ്ങൾ ചെമ്പല്ലേ കൊടുത്തത് എന്ന് വാദിക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു എന്ന്. പക്ഷെ അവിടെ ആ കൈപ്പട എല്ലാം മാറ്റി. ഈ 8 രേഖയിലൂടെ 30 കിലോ സ്വർണത്തെ ഔദ്യോഗികമായി അപ്രത്യക്ഷമാക്കാൻ അവർക്ക് സാധിച്ചു. ഈ പാളികളുമായി പോറ്റി ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് എത്താൻ പരമാവധി 15 മണിക്കൂർ മതി. എന്നാൽ പോറ്റിയുടെ യാത്ര 39 ദിവസം നീണ്ടു. ഈ 39 ദിവസം സ്വർണം എവിടെയായിരുന്നു? ഈ സമയത്തിനുള്ളിലാണ് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ഉരുക്കിവിറ്റതും പകരം ചെമ്പുപാളികൾ നിർമ്മിച്ചതും എന്നാണ് സംശയിക്കപ്പെടുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയപ്പോൾ തൂക്കം 4.54 കിലോ കുറഞ്ഞിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയത് വെറും ചെമ്പ് മാത്രമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വിജയ് മല്യ നൽകിയ ആ 30 കിലോ ശുദ്ധ തങ്കം എവിടെ? ആരുടെ ലോക്കറിലാണ് അത് ഇന്ന് സുരക്ഷിതമായിരിക്കുന്നത്? ഈ കൊള്ള നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ശബരിമലയിൽ നിന്ന് ഒരു ഈർക്കിൽ പോലും പുറത്തു പോവില്ല. പിന്നെങ്ങനെ കിലോ കണക്കിന് സ്വർണം പോയി? കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആരും മിണ്ടുന്നില്ല.
സ്വർണ്ണപീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് സ്വയം വലിയ ഭക്തനായി ചമഞ്ഞയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ ഈ പീഠങ്ങൾ വിജിലൻസ് കണ്ടെത്തിയത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ വെച്ച സാധനം കാണാനില്ലെന്ന് പരാതിപ്പെട്ട പോറ്റിയുടെ ഉദ്ദേശം ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു. പക്ഷെ ആ കളി പാളിപ്പോയി. ഇതോടെയാണ് ഈ വലിയ മാഫിയയുടെ ഓരോ കണ്ണികളും പുറത്തു വരാനായി തുടങ്ങിയത്. എന്നാൽ ഈ പീഠങ്ങൾ വെറും മഞ്ഞു പർവ്വതത്തിന്റെ ഒരു അഗ്രം മാത്രമാണ്. യഥാർത്ഥ കൊള്ള നടന്നത് ശില്പങ്ങളിലെ പാളികളിലാണ്. സ്വർണം പൂശൽ നടപടിയുടെ മറവിൽ 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തി എന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. 2019 ജൂലൈയിൽ പോറ്റിക്ക് കിട്ടിയ സ്വർണത്തിന് പകരം അദ്ദേഹം നൽകിയത് വെറും 3 ഗ്രാം മാത്രമാണ്. 56 പവനിലധികം സ്വർണം പോറ്റി അടിച്ചു മാറ്റിയിട്ടുണ്ട്. 1 ഗ്രാമിന് വൻ വിലയുള്ള ഈ കാലത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് പോറ്റി മാത്രം ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിൽ നിന്ന് രാഷ്ട്രീയ വമ്പന്മാർ എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും? ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ ട്വിസ്റ്റ്. ശബരിമല തന്ത്രി കണ്ഠർ രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത വകുപ്പുകൾ കണ്ടാൽ ആർക്കും ചിരി വരും. ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു വകുപ്പിലും ക്രിമിനൽ കുറ്റമല്ലാത്ത ആചാര ലംഘനമാണ് കുറ്റം. തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്തു? ഉത്തരം ലളിതമാണ്. സ്വർണം മോഷ്ടിച്ച മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ജനശ്രദ്ധയിൽ നിന്നും രക്ഷിക്കാൻ. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. തന്ത്രി ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. ജനങ്ങൾ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ആചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് പ്രശ്നം. ഇതൊരു പുകമറിയാണ്. BNS വകുപ്പുകളെ ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഈ അറസ്റ്റ് നാടകം വഴി യഥാർത്ഥ കള്ളന്മാരെ സർക്കാർ ഒളിപ്പിക്കുകയാണ്. പണമല്ല, ഭഗവാന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. അതിന് തന്ത്രിയല്ല, ഭരണാധികാരികളാണ് മറുപടി പറയേണ്ടത്. കട്ടവൻ ആരായാലും തന്ത്രിയായും മന്ത്രിയായാലും ശിക്ഷിക്കപ്പെടണം. BNS നിലവിൽ വന്നത് കുറ്റവാളികളെ ശിക്ഷിക്കാനാണ്. എന്നാൽ ശബരിമലയിൽ ഈ നിയമം ഉപയോഗിക്കുന്നത് ഇരകളെ സൃഷ്ടിക്കാനും. ആചാര ലംഘനം എന്നത് വിശ്വാസപരമായ കാര്യമാണ്. അത് ക്രിമിനൽ ഗൂഢാലോചനയല്ല. സ്വർണം കടത്താൻ ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ BNS വകുപ്പുകൾ ചേർക്കാതെ തന്ത്രിയെ മാത്രം പ്രതിയാക്കുന്നത് വഴി നീതിയെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. മുരാരി ബാബു, സുനിൽ കുമാർ, സുധീഷ് കുമാർ, R ജയശ്രീ തുടങ്ങിയ 9ഓളം ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുണ്ട്. എന്നാൽ ഇവരെയെല്ലാം സ്വർണ്ണക്കടത്തിന് സഹായിച്ചത് ആരാണ്? ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നതരുടെ സഹായമില്ലാതെ സന്നിധാനത്തെ രേഖകളിൽ ഇത്ര വലിയ തിരിമറി നടത്താൻ ഇവർക്ക് കഴിയുമോ? സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും പോറ്റിയും തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും നടപടികൾ എവിടെയാണ്? SIT അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അത് ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നുമില്ല. പോറ്റി നൽകിയ മൊഴിയിൽ താൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ വമ്പന്മാരെ ചോദ്യം ചെയ്യുന്നില്ല? അടുത്തത്, സ്പെഷ്യൽ കമ്മീഷണർ എന്തിനാണ് ഈ സ്വർണ്ണക്കടത്തിന് കണ്ണടച്ചു കൊടുത്തത്? 2024 സ്പെഷ്യൽ കമ്മീഷണർ നടപടി മൂലമാണ് ഇന്നിവിടെ ഈ കേസ് എത്തി നിൽക്കുന്നത്. പക്ഷേ 2019 കാര്യം എവിടെ? യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ, അതായത് വിജയ് മല്യ സമർപ്പിച്ച 31 കിലോയോളം വരുന്ന ശുദ്ധമായ തങ്കപ്പാളികൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. പകരം തിരിച്ചെത്തിയത് വെറും ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെമ്പ് പാളികൾ മാത്രമാണ്. പിന്നെ തൂക്കത്തിലെ കുറവ്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ 42.8 കിലോ ഉണ്ടായിരുന്ന ലോഹം തിരികെ വന്നപ്പോൾ 38.25 കിലോ മാത്രമായി ചുരുങ്ങി. ഈ 4.5 കിലോ സ്വർണം ആരുടെ കൈകളിലെത്തി? അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരികെ വെച്ച പാളികളിൽ വെറും 3 ഗ്രാം സ്വർണം മാത്രമാണ് പൂശിയത്. ബാക്കി 56 പവനിലധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചാവേർ വഴി വമ്പന്മാർ അടിച്ചുമാറ്റി. നിലവിൽ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നുമുണ്ട്. പോറ്റി നൽകിയ മൊഴികളിൽ മന്ത്രിമാരുടെ പേരുകൾ ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ആ പേരുകൾ പുറത്തു വരാതിരിക്കാൻ ഭരണകൂടം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് തന്ത്രിയുടെ അറസ്റ്റ്. സ്വർണം ഒരുക്കി വിറ്റത് ആർക്കാണ്? ആ തുക എങ്ങോട്ട് പോയി? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരമില്ല. ശബരിമലയിലെ ഈ കൊള്ള വെറുമൊരു സാമ്പത്തിക തട്ടിപ്പല്ല. ഇത് ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിക്കലാണ്. ഭഗവാന് സമർപ്പിച്ച സ്വർണം അടിച്ചു മാറ്റുന്നവർക്ക് എന്ത് ദൈവവിശ്വാസമാണുള്ളത്? അതെ, യുക്തിവാദി സർക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നാണോ പറയുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് ഒരു വ്യക്തിയുടെ പണിയല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയ കവർച്ചയാണ്. സ്വർണം ഇളക്കി മാറ്റിയത് മുതൽ അത് ചെമ്പായി രേഖപ്പെടുത്തിയത് വരെ എല്ലാം പ്ലാൻ ചെയ്തതാണ്. പൂജാരിയെയും തന്ത്രിയെയും മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴണം. കടകംപള്ളി സുരേന്ദ്രനും വാസവനും ഈ സംഭവങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഭക്തരെ പേടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? BNS വകുപ്പുകൾ കാട്ടി നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മാത്രം, ആ 30 കിലോ തങ്കം എവിടെയാണ്? കടകംപള്ളി സുരേന്ദ്രനും വാസവനും മറുപടി പറയണം. ദേവസ്വം ബോർഡ് മറുപടി പറയണം. ശബരിമലയെ ബിസിനസ് കേന്ദ്രമാക്കാൻ ഭക്തർ അനുവദിക്കില്ല. നീതി നടപ്പാക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുക തന്നെ വേണം. അതേസമയം
കേസ് സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും എത്തിയപ്പോൾ അവിടെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതുവരെ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വാങ്ങിയിട്ടില്ല. അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇത്തരം നേതാക്കളുടെ ഭാഗത്തേക്ക് കേസ് നീളുമ്പോൾ മാത്രം മൗനം തുടരുന്നു? അതിന് മാത്രം ഇവിടെ യാതൊരു മറുപടിയുമില്ല. സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു കേസ് വന്നത് എങ്കിൽ ഇങ്ങനെയാകുമോ? നീണ്ടു പോകുമോ? അതുകൊണ്ട് പൊതുജനം കഴുതയല്ല. എന്തായാലും സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ എല്ലാ സംശയവും തീർത്ത് ഒരു വ്യക്തമായ എക്സ്പ്ലെയിനർ ഇനിയും തുടരുന്നതാണ്. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.